നമസ്കാരം, ഇത് IBN മലയാളം. ഈ അവധിക്കാലത്ത് 2 മുതൽ 8 വയസ്സ് വരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ്. കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ 8 മുതൽ ആരംഭിക്കുന്നു. ഗവർണറിൽ ഭരണഘടനാനുസൃതമായി നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം കൈയാളാൻ കോടതിക്ക് അധികാരമില്ല. ഡോക്ടർ KS രാധാകൃഷ്ണൻ എഴുതിയതാണിത്. ആസ് സൂൺ ആസ് പോസിബിൾ എന്നാൽ എന്തെന്ന് ഇന്നലെ സുപ്രീം കോടതി നിർവചിച്ചു. സാധ്യമാകാവുന്ന ഏറ്റവും വേഗത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ സാധ്യമാകാവുന്ന വേഗത്തിന് സമയപരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ആ സമയപരിധി ഇതുവരെ തീരുമാനിക്കപ്പെടാൻ നിയോഗിക്കപ്പെട്ട അധികാരിയുടെ വിവേചനാധികാരത്തിലാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതുമൂലം തീരുമാനങ്ങൾ പലപ്പോഴും അനിശ്ചിതമായി നീണ്ടുപോകും. ചിലപ്പോൾ തീരുമാനം തന്നെ ഇല്ലാതാവുകയും ചെയ്യും. ആ അവസ്ഥ ഭരണഘടനാ സ്തംഭനത്തിന് കാരണമാവും. ഭരണസ്തംഭനം ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് വിരുദ്ധമാണ്. ഭരണം സുഗമമായി നടത്തി മനുഷ്യർക്ക് നീതി ഉറപ്പാക്കുക എന്നതാണ് ഭരണഘടനയുടെ പ്രാഥമിക ലക്ഷ്യം. തമിഴ്നാട് മന്ത്രിസഭയും തമിഴ്നാട് ഗവർണറും തമ്മിലുണ്ടായ തർക്കത്തിലാണ് കോടതി ഇന്നലെ വിധി പറഞ്ഞത്. സാധ്യമായ പരമാവധി സമയം 3 മാസമാണെന്ന് കോടതി തീർപ്പ് കൽപ്പിച്ചു. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാൻ ഗവർണർക്ക് അവകാശമുണ്ട്. പ്രകടമായും ഭരണഘടനാ ലംഘനമുണ്ട് എന്ന് ഗവർണർ കരുതുന്ന ബില്ലുകൾ രാഷ്ട്രപതിയുടെ തീരുമാനത്തിനായി അയച്ചു കൊടുക്കാനും ഗവർണർക്ക് അധികാരമുണ്ട്. ഇതൊന്നും ചെയ്യാതെ ഗവർണർ ബില്ലിന്റെ മുകളിൽ അടയിരിക്കുന്നത് തെറ്റാണെന്ന് കോടതി പറഞ്ഞു. എന്നാൽ ഗവർണറിൽ ഭരണഘടനാനുസൃതമായി നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം കൈയാളാൻ കോടതിക്ക് അധികാരമില്ല. അതുകൊണ്ട് ഗവർണർ ഒപ്പുവെക്കാതെ മാറ്റിവെച്ചിരിക്കുന്ന 10 ബില്ലുകൾ പാസാക്കിയതായി കണക്കാക്കാമെന്ന കോടതി വിധിയുടെ ഭരണഘടനാപരമായ സാധുത പരിശോധിക്കുക തന്നെ വേണം. ഭരണഘടന എല്ലാ വിഭാഗങ്ങൾക്കും അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ അതിർവരമ്പുകൾ ലംഘിക്കാൻ ആർക്കും അധികാരമില്ല. ഗവർണർ ഒപ്പുവെച്ച് പാസാക്കേണ്ട ബില്ലുകൾ കോടതി ഒപ്പുവെച്ച് പാസാക്കിയാൽ അത് ഭരണഘടനാ ലംഘനം തന്നെയാകും. അതുകൊണ്ട് അതിന്റെ നിയമസാധുത പരിശോധിക്കാതിരിക്കാനാകില്ല. 10 ബില്ലുകൾ കോടതി വിധിയിലൂടെ നിയമമായി മാറി. ആ ബില്ലുകളിൽ സ്വാഭാവികമായും ഗവർണർ ഒപ്പിടേണ്ട ആവശ്യമില്ല. അതായത് ബില്ലിൽ ഒപ്പുവെച്ച് നിയമമാക്കുക, ബില്ല് തിരിച്ചയക്കുക, ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുക എന്നിവ ഗവർണറിൽ നിക്ഷിപ്തമായ അധികാരമാണ്. ആ അധികാരം ഗവർണറിൽ നിന്ന് കവർന്നെടുക്കാൻ കോടതിക്ക് അധികാരമില്ല. നിശ്ചിത സമയത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് കോടതിക്ക് പറയാം. പക്ഷെ ഗവർണർ എന്തു തീരുമാനിക്കണമെന്ന് പറയാൻ കോടതിക്ക് അധികാരമില്ല. ഈ തീരുമാനം കോടതിക്കും ബാധകമാണെന്നാണ് നിർദ്ദേശിക്കാനുള്ള മറ്റൊരു കാര്യം. വൈകി എത്തുന്ന നീതി നിഷേധിക്കപ്പെട്ട നീതിയാണെന്ന് കോടതി പറയുമെങ്കിലും വിചാരണയും വിസ്താരവും കഴിഞ്ഞതിന് ശേഷം വിധി പറയാതെ അവശേഷിക്കുന്ന കേസുകൾ നമ്മുടെ കോടതികളിലുണ്ട്. കേസിന്റെ പരിഗണന തന്നെ അനിശ്ചിതമായി നീളുന്നു. കേസിന്റെ വിചാരണയും വിസ്താരവും എന്ന് തുടങ്ങുമെന്നോ എന്ന് അവസാനിക്കുമെന്നോ ഒരു നിശ്ചയവും ആർക്കും ഇല്ലാതെ പോകുന്നു. ഇക്കാര്യത്തിൽ സുനിശ്ചിതമായ ഒരു സമയക്രമം കോടതി സ്വയം നിശ്ചയിച്ചു നടപ്പാക്കണം. കേസ് കേട്ടതുകൊണ്ട് മാത്രം വിധി പറയാൻ ഒരു ജഡ്ജിക്കും ഒരു ബാധ്യതയുമില്ല. 10ഉം 20ഉം കേസുകൾ കേട്ടതിന് ശേഷം വിധി പറയാൻ മാറ്റിവെക്കുകയും വിധി പറയാതിരിക്കുകയും ചെയ്യുന്ന ജഡ്ജിക്കും ഒന്നും സംഭവിക്കില്ല. കാരണം നിശ്ചിത സമയത്തിനുള്ളിൽ വിധി പറയണമെന്ന ഒരു നിബന്ധനയും ഇപ്പോൾ നിലവിലില്ല. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഗവർണർ ഒപ്പുവെച്ച് ബില്ലുകൾ നിയമമാക്കണമെന്ന് നിഷ്കർഷിക്കുന്ന കോടതികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ കേസുകൾ തീർപ്പ് കൽപ്പിക്കണമെന്നും സ്വയം നിശ്ചയിക്കുന്ന കാലവും വിദൂരമല്ല എന്ന് കരുതാം. ന്യൂസ് ഡെസ്ക് IBN മലയാളം.